ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് കാർ പാർക്കിംഗ് ആണ് തന്നെ. അപ്പോൾ ഈ അതെന്ത് സാധനം. അപ്പോൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2-ൽ എനിക്ക് 3 വണ്ടികളില്ലായിരുന്നോ, അതേപോലെ ഇതിൽ ഞാൻ 3 വണ്ടികളാക്കി. ഇത് ഏത് വണ്ടിയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെല്ലാവരുടെ ഫേവറേറ്റ് BMW. എങ്ങനെ ഉണ്ടായിട്ടും സെറ്റപ്പല്ലേ? ഏത് സ്പോയിലർ ചെറിയതാട്ടോ, ഇതിനത് മാച്ചായി ഉള്ള. അപ്പോൾ ഈ വണ്ടിക്ക് ഇച്ചിരി ചാട്ടം കൂടുതലാണ്. ഞാൻ ഇതിന് 200 HP ഉള്ളു, ഞാൻ പക്ഷേ 300 HP ആക്കി. എന്ത് ചെയ്യാനാ, ഭയങ്കര റിച്ചായി പോലെ. എന്ത് ഒരു സ്ഥലം ഉണ്ടല്ലോ, മറ്റേ ഞാൻ ഗിഫ്റ്റ് ബോക്സാണ് തേടി വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പാർക്കിംഗ് സ്ഥലം, ഗിഫ്റ്റ് ബോക്സ് ഉള്ള അതാണ്ട് പാർക്കിംഗ്. ഇവിടെ എന്തിനാ ഞാൻ കയറുന്നത്? സസ്പെൻഷൻ ലോ വൈഡ് ചെയ്ത് വെച്ചേക്കും വണ്ടി, അത് കാരണം. വെയിറ്റ് മിനിറ്റ് അല്ല, 2 ട്രക്കിൻ്റെ ഇടയിലൊരു ഇതാണ്, 2 ട്രക്കിൻ്റെ ഇടയിലൊരു ഗിഫ്റ്റ് ബോക്സ് ആണെന്ന് ഞാൻ ഇൻഫോർമേഷൻ അറിഞ്ഞു. ആ 2 ട്രക്ക് എവിടെ നിന്ന് തേടണം. 2 ട്രക്ക് കൊണ്ട് പിടിക്കാൻ ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്ത്. ആ പണ്ടത്തെ ആണോ നിങ്ങൾ? അതല്ല, നിങ്ങളല്ല, ഇത് പണ്ടത്തെ അപ്ഡേറ്റിൽ വന്നതാണോ? ഒരു പാർക്ക് അല്ല, ഞാൻ കണ്ടതാ ഇവിടെ എവിടെയാ. ഞാനിത് നമ്പർ പ്ലേറ്റ് കൂടെ സെറ്റ് ചെയ്യണം എനിക്ക്. ഇത് അല്ല, സാധാരണ അവിടെ കാണേണ്ടതാണല്ലോ. വേണ്ട, നമുക്ക് പഴയ പോലെ കളിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ടാക്സ് കളിച്ച് എൻ്റെ മറ്റെന്തായിരുന്നു, അനുവാദമോ അങ്ങനെയല്ലല്ലോ, മറന്നും പോയി. അതല്ല, കുറച്ച് ലൈറ്റ് റൊട്ടേഷൻ, ലൈറ്റ് ഹൈറ്റ് ഇത്രയാക്കാം. ഇത്രയും മതി. ആടാ ലൈറ്റ് റൊട്ടേഷൻ എല്ലാം താത്തി വെക്ക്. അല്ല, റീസെറ്റ് ചെയ്തേ. റീസെറ്റ് മതി. എൻ്റെ കുറേ ദിവസമായിട്ട് ഇക്കരെ ഇരിക്കുക സാധനം ഗെയിം. നമുക്ക് ഫസ്റ്റ് പേഴ്സൺ കളിക്കാം. അയ്യോ, ഹൈഡ് യു ഐ മറക്കരുത്, അത് ഹൈഡ് യു ഐ. അതാട്ടെ എത്തിയിരിക്കുന്നു. ഹൈഡ് യു ഐ കൂടെ ഡാർക്ക് ബട്ടൺസും കൂടി ഇടുവാണെങ്കിൽ എന്താല്ലേ. അതാണ്ട് ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓഫ് റോഡ് വണ്ടിയായിട്ട് വന്നു. ഇവിടെ ഇതാണ് ഒരു പ്രശ്നം. ഞാൻ പക്ഷേ അങ്ങനത്തെ ഒരു റോട്ടിലോടിക്കുന്ന വണ്ടി കേട്ടോ. ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, ഇവിടെ നിന്ന് ഞാൻ എടുത്തായിരുന്നു. പിന്നെ വേറെ ഗിഫ്റ്റ് ബോക്സും ഉണ്ടെന്ന്. ഇവിടെ ഇറങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, അതിനുള്ളൊരു ട്രിക്കുണ്ട്, കാണിച്ചാൽ. ഇവിടെ വണ്ടി ഇതുമായിട്ട് ചേർത്ത് നിർത്താം, കാണിച്ചു തരാം. വണ്ടി ഇതുമായിട്ട് ചേർത്ത് നിർത്താം. ഇത് അതല്ല, ഇങ്ങനല്ലല്ലോ, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ സ്ഥലമല്ല വേണ്ടത്. ഇത് അയ്യോ, റിവേഴ്സ് ആയിരുന്നല്ലേ, ഫോർവേഡിലോട്ട് എടുത്തിട്ട്. അയ്യോ, ഇത് എന്ത് പുല്ലാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഞാൻ എന്താ ചെയ്യണമെന്ന്. ഞാനൊന്ന് ബേർണൗട്ട് അടിക്കാം. അയ്യോ, ബേർണൗട്ട് അടിക്കാനല്ല വന്നേ, അതന്നെ ഇറങ്ങിയാൽ മതി. മറ്റേ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഒക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും, അതേപോലത്തെ സെയിം ഐഡിയ ആണ് ഞാൻ ഈ ചെയ്യുന്നത്.
ഞാൻ കുറച്ച് സ്പീഡ് എടുത്തിട്ട് വരാം. ഇവിടെ നിന്നൊക്കെ വണ്ടി ഇടിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മെനുവിൽ കയറിയ റിപ്പയർ ആയിക്കും. ഇടിച്ചാടും. എനിക്ക് ലോഗോ ഇന്ന് സെറ്റാക്കണം. ഈ വണ്ടിയുടെ ലോഗോ സെറ്റാക്കി വണ്ടി ലെവലാക്കാം. ലോഗോ എനിക്ക് സെറ്റാക്കാൻ അറിയത്ത് ഇല്ലാതല്ല, ഒണ്ടും ഇല്ല ആഗ്രഹം. എന്ത് ചെയ്യാനോ? ഞാൻ ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം വരെ മറന്നു പോയി. പാട്ടൊക്കെ പാടി അല്ല എൻ്റെ ഡയലോഗ് മറ്റേ എ ബിറ്റ് ബീസ്റ്റ് വരെ പറഞ്ഞു. പാട്ടൊക്കെ പാടി പോണെന്ത് അത് തന്നെ. അല്ല, ഈ വണ്ടീനെ ഒന്ന് ശരിയാക്കണം. ഇവൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് സെറ്റാക്കട്ടെ. ഞാൻ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് സെറ്റാക്കട്ടെ. അങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ച നമ്പർ പ്ലേറ്റ്, അങ്ങനത്തെ അല്ല. ഇതുണ്ടോ, ഞാൻ വർക്ക് ചെയ്തപ്പോൾ കസ് പോയതാ. കസ് എൻ്റെ കയ്യിൽ 90,000 ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ താണ്ടെ ഈ വണ്ടിക്ക് എത്ര രൂപയെന്നറിയോ? കാണിച്ചു തരാം. അതിൻ്റെ കാറ്റഗറി എനിക്ക് കാണിച്ചു തരാനേ പറ്റത്തുള്ളൂ. അതെ, കാറ്റഗറി ഇതാണ്ടെ ബെൻസ്. ഈ ബെൻസിന് എത്ര രൂപയാണെന്നറിയോ? തന്നെ സിയോ 1CO അത് ഇതിന് സിയോ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കൂടെ അതായിരിക്കും മനസ്സിലാത്ത. ഇതൊന്നും ചെയ്ത് നോക്കുക. ഈ കാറ്റഗറിയിലുള്ള വണ്ടിയാണ് ഞാൻ ഈ മേടിച്ച് വച്ചേക്കുന്നത്. കണ്ടോ, അത്രയ്ക്കും അധ്വാനിയാണ് ഈ പ്രോമാസ്റ്റർ. അത് നമ്പർ പ്ലേറ്റ് സെറ്റാക്കാനല്ല വന്ന്, ഷോ ഇറക്കാനല്ല. മറന്നുപോയി കാര്യം. കരത്തിലേക്ക് കടക്കൂ മിസ്റ്റർ, കരത്തിലേക്ക് കടക്കൂ. പ്ലേറ്റ് എല്ലാം കള പഴയ പോലെ ആക്കും. പഴയ രീതിയിലോട്ട് അടിച്ചു കയറി വാ. അതാണ്ടൊന്നും കാണാൻ പറ്റില്ല. ബ്ലാക്ക് ആക്കിക്കോ. വയലിൻ ബ്ലാക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ എൻ്റെ ഐഡിയ. ടോൺ ബ്ലാക്ക് ആയില്ലേ? ഓട്ടോമോട്ടീവ് അല്ല. പക്ഷെ എൻ്റെ അമ്മ, ഞാൻ നമ്പേഴ്സ് അടിക്കാൻ പോവാ. തന്നെ വൈറ്റ്. ഈ തുമ്പത്ത് വെച്ചാലോ കുറച്ച് വലുതാകണമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എന്തായാലും നമ്പർ പ്ലേറ്റ് വരെ ആക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെന്ത് മായാജാലം? ഇതെത്തിയേ എന്തിയ സാധനം? എന്തിയേ അല്ല കളർ. ഇനിയിപ്പോൾ ഇത് രണ്ടും മാറ്റണം. അയ്യോ, ജാങ്ക നീ അറിഞ്ഞ ഞാൻ പൊട്ട്. നമുക്ക് വൈറ്റിലോട്ട് പഴയ പോലെ രീതിയിലാക്കാം. എന്നിട്ട് പിന്നെ നമുക്കത് ബോൾഡ് ഇറ്റാലിക്, എന്നിട്ട് പിന്നെ നമുക്ക് അടിക്കാം. എന്തായിരുന്നു? 9 അടിക്കാം. 9 അല്ല 9 അല്ലല്ലോ. 9. ഇനിയിപ്പോൾ കളർ മാറ്റാൻ പറ്റുമോ? എന്ത് തൊലിയാണിത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇതെന്ത് തൊലി? മാങ്ങാത്തൊലി. എനിക്ക് ഒന്നും പറ്റുന്നില്ലേ. എന്താണ് ഞാൻ കാണുന്നു. വലുതാക്കിക്കോ. വലുതെന്നല്ല, കുണ്ടെന്നുള്ള വലുതാക്കി. അയ്യോ, കാണാതെ. കുറച്ച് നീളം ഇങ്ങനെ കൂട്ടണം. ഇതിന് ഓൾഡസ്റ്റ് നമ്പർ പ്ലേറ്റ്. മതി. 9. പിന്നെ എന്നിട്ട് ഇതിൻ്റെ ഒരു സാധനം കൂടി എടുത്ത്, അങ്ങനല്ല ഞാനിത് ഉദ്ദേശിക്കുന്നത്,
എന്നിട്ട് പിന്നെ താഴത്ത് സുമേഷ് എന്ന് എഴുതിയേക്കാം. SUMES സുമേഷ് അല്ലേ? സുമേഷിൻ്റെ വണ്ടിയാണിത്. ആൾക്കാരൊന്നും വിചാരിക്കട്ടെ ഇത് സുമേഷിൻ്റെ വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ നട്ടണം സുമേഷ് എത്തിടാ. അയ്യോ സുമേഷ് എഴുതണ്ടായിരുന്നേ. ഒരു മിനിറ്റ്. ഒരു സർക്കിൾ അതിനകത്ത് വേണം. സുമേഷൊന്നും വേണ്ട. ഒരു മിനിറ്റ്. വയലിലോട്ട് പോയ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. ആ സുമേഷ് വേണ്ട കേട്ടോ. സുമേഷ് അല്ലാണ്ട് ഒരു മിനിറ്റ്. KL എന്നിടാം. KL അതല്ല, ക്യാപിറ്റൽ ലെറ്റർ KL. അയ്യോ എല്ലുപോയി. KL 99101 അങ്ങനെ ഇടാം. വെള്ളം KL 101 KL വേണ്ട. എൻ്റെ അപ്പോ 10 ഏതൊരു കോൾ വന്നു കേട്ടോ. അതോ കോൾ ബ്ലോക്കർ ഇട്ടാലോ എന്നാണ്. 101. അയ്യോ ട്രിപ്പിളായി. അത് കോള് വന്നല്ല കേട്ടോ. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതൊരു ആവശ്യമില്ലാത്ത കോളാണ്. എന്ത് ചെയ്യാനാ. 101. ഓക്കെ, കുറച്ച് സ്പേസ് ഇട്ടിട്ട് വന്നു. ഇത് മഞ്ഞയിലോട്ടാക്കിയാലോ? മഞ്ഞയിലോട്ടാക്കാം. ഞാൻ മഞ്ഞയിലോട്ടാക്കാൻ പോവാ. ബ്ലാക്ക് തന്നെ മതി. ബ്ലാക്ക് ഉള്ളി. മൈ ഫേവറേറ്റ് ബ്ലാക്ക്. എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് അല്ല, റെഡാണ്. അയ്യോ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇട്ടു. ഇത് ഏറ്റവും റെയറസ്റ്റ് നമ്പർ പ്ലേറ്റ് എന്ന് ഞങ്ങൾക്ക് ഇട്ടു. അല്ല ഇത് സെൻറ്ററിലോട്ടാക്കണം. ഇത് എന്ത് പണിയാണ്? ഞാൻ കറക്റ്റ് മണ്ടക്കൊണ്ട് ഇടുമോ? എന്ത് ചെയ്യാനാണ് നോക്കണേ. നമ്പർ ആ ഇത് ശരി. ഇതും താഴോട്ടാക്കിക്കുക. ഇതും താഴോട്ടാക്കിക്കുക. ഇപ്പം അല്ല, ഇതിനെ ഒന്ന് സെറ്റാക്കണം. ഒന്ന് നീക്കടാ. അല്ല ഇത് കുറച്ച് സ്പേസ് ഇട്ട് ചെയ്യാം. ഓക്കെ. ഒരു ഞാനപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ ആയിപ്പോയി. വളരെ ക്ഷമിക്കണം, ഈ കോള് കാരണമാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ബൈ.